തിരിച്ചു വിളിക്കാം. ഞാൻ ഇവിടെ നിൽക്കുക, വിളിക്കാം. സമാനതകളില്ലാത്തൊരു ജീവിതമാണ് സണ്ണിച്ചായൻ്റേത്. കാരണം അദ്ദേഹം സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളരുകയും അതിനുശേഷം വിദേശത്ത് പോയപ്പോൾ നമുക്കറിയാം ഈ ഇറാഖ് അധിനിവേശ സമയത്ത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് അദ്ദേഹം സഹായമായിട്ടുണ്ട്. ആ രീതിയിൽ തീർത്തും മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അദ്ദേഹത്തിന്റെ നഷ്ടം ഒരു നാടിന്റെ നഷ്ടമാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞത്. അതായത് എപ്പോഴും ധനികരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ് ഏത് ഭരണകൂടത്തിന്റെയും കർത്തവ്യം. അപ്പൊ അതിൽ വളരെ സമാന്തരമായി, വളരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള, ആ അന്തരം കുറയ്ക്കുന്നതിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു സണ്ണിച്ചാൻ. ഈ നാടിന്റെ ആദരം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അർപ്പിക്കുകയാണ്. ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ഞാൻ മലയാളി അസോസിയേഷന്റെ പരിപാടിയിൽ ഒരു ദിവസത്തേക്ക് ഞാൻ കുവൈറ്റിൽ പോയിരുന്നു. അന്ന് പോയപ്പോഴും ഇദ്ദേഹത്തെ ഞാൻ പോയി കണ്ട് സന്ദർശിച്ചിരുന്നു. രോഗാവസ്ഥയിലായിരുന്നു, ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ മക്കളോടും കുടുംബാംഗങ്ങളോടും ഈ അവസരത്തിൽ എല്ലാവിധമായിട്ടുള്ള അനുശോചനവും ദുഃഖവും അറിയിക്കാനൊപ്പം ഈ നാടിന്റെ ആദരവും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിലാക്കുക. ശരി.